ട്രാൻസിയൻറ്റ് കറൻസിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ CR സർക്യൂട്ട്, അതായത് കപ്പാസിറ്റർ റെസിസ്റ്റർ സർക്യൂട്ടിലൂടെയുള്ള ആ ട്രാൻസിയൻറ്റ് ടൈമിലുള്ള കറണ്ടിൻ്റെ ഗ്രോത്തും ഡീക്കേയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്? CR സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റർ റെസിസ്റ്റർ സർക്യൂട്ടാണ്. ബേസിക്കലി ഒരു റെസിസ്റ്റർ ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. നമ്മുടെ കേസിൽ നമ്മളിതിനൊരു കോൺസ്റ്റൻറ്റ് DC സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ദെൻ ഒരു സ്വിച്ച് ഉണ്ടാവും. ഓക്കെ, C ആണ് കപ്പാസിറ്റൻസ് എന്ന് വിചാരിക്കുക, R ആണ് റെസിസ്റ്റൻസ്, ആൻഡ് E ഈസ് ദ സപ്ലൈ വോൾട്ടേജ്. നമ്മൾ കൊടുക്കുന്ന DC സപ്ലൈ വോൾട്ടേജ് E ആണ്. അപ്പോൾ ആദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്യുക, കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമാണ് നമ്മൾ നോക്കുന്നത്. CR സർക്യൂട്ടിൽ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ്. എപ്പോൾ ഈ ട്രാൻസിയൻറ്റ് കറണ്ട് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ടൈമിൽ നടക്കുന്ന ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യിപ്പിക്കണം. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും പഠിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു റെസിസ്റ്ററിൻ്റെ ആവശ്യം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് CR സർക്യൂട്ട് തന്നെ എടുത്തു വെച്ച് പഠിക്കുന്ന റെസിസ്റ്റർ ഇല്ലാതെ വെറുതെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്താൽ പോരെ? നമുക്കതൊന്ന് നോക്കാം. കാരണം നമ്മൾ കപ്പാസിറ്ററിൻ്റെ കൂടെ ഒരു DC കറണ്ട് പാസ് ചെയ്യുമോ ഇല്ലയോ എന്ന് ആദ്യം നോക്കണം. കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ്, കപ്പാസിറ്ററുടെ ഏത് ടൈപ്പ് ഓഫ് കറണ്ടിനും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അല്ലെങ്കിൽ XL അല്ലെങ്കിൽ XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ എന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/C × 2πf എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ DCയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. DCക്ക് ഫ്രീക്വൻസി ഇല്ല, ഒരു കോൺസ്റ്റൻറ്റ് സപ്ലൈ ആണ്. അപ്പോൾ F 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? XC വിൽ ടെൻഡ് ടു ഇൻഫിനിറ്റി. അതായത് ഒരു DC കറണ്ട് കപ്പാസിറ്ററിൽ കൂടെ പോകാൻ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കില്ല? അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ എങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും? അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കീ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഓൺ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തു എന്ന് പറയാം, ചെയ്തിട്ട് ഈ കറണ്ട് കൂടുകയാണ്. കറണ്ട് ഒരു മിനിമം വാല്യൂവിൽ നിന്ന് I0 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് കൂടാനെടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് കോൺസ്റ്റൻറ്റ് കറണ്ട് അല്ല പോകുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് കറണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് തന്നെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ആ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയല്ല. ടൈമിനനുസരിച്ച് കറണ്ട് വരയ്ക്കുവാണെങ്കിൽ അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമല്ല, അതിന് വേരിയേഷൻസ് ഉണ്ടാവാം. ആ വേരിയേഷൻസ് ചിലപ്പം 0-ൽ നിന്ന് പെട്ടെന്ന് കൂടിയിട്ട് ഇങ്ങനെ കുറയുന്നതാവാം, അല്ലെങ്കിൽ ഇതുപോലെ കുറഞ്ഞു പോകുന്നതാവാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്ത്? ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വെരി ഷോർട്ട് ടൈമിൽ ഭയങ്കര ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടാണ് ഫ്ലക്ച്വേഷൻ നടക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ടൈം വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F/T ആണ്. 1/T റിലേഷൻ ആണെന്ന് നമുക്കറിയാം. F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T ആണ്. അപ്പോൾ ഈ വളരെ ഷോർട്ട് ടൈം ആണെങ്കിൽ ഈ ഫ്രീക്വൻസി എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് കൂടും. ഫ്രീക്വൻസി കൂടുക എന്താ സംഭവിക്കുക? XC കുറയും. അതായത് ഈ ഷോർട്ട് ടൈമിൽ നടക്കുന്ന ഫ്ലക്ച്വേറ്റിംഗ് കറണ്ടുകൾക്ക് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് വേരിയേഷൻസ് ഓഫ് കറണ്ട്സിന് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കറണ്ട് കപ്പാസിറ്റർ കൂടെ പോയി കപ്പാസിറ്റർ ഡാമേജ്ഡ് ആകാം. അല്ലെങ്കിൽ പക്ഷേ ഐഡിയലി അങ്ങനെ സംഭവിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഈ റെസിസ്റ്റർ നെസസറി ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അപ്പോൾ എന്താണ് ഈ റെസിസ്റ്റർ ചെയ്യുന്ന പരിപാടി? അപ്പം നമ്മൾ പറയും ഈ ട്രാൻസിയൻറ്റ് ടൈമിൽ എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്ത് അത് സാച്ചുറേഷൻ ആകുന്നതിന് ഇടയ്ക്കാണ് കപ്പാസിറ്ററിൽ കൂടെ കറണ്ട് പോകാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻറ്റ് DC കൊടുത്താൽ പോകില്ലെന്ന് നമുക്കറിയാം. കാരണം കപ്പാസിറ്റർ വെരി ലാർജ് ഇമ്പിഡൻസ് ഓഫർ ചെയ്യും. അപ്പോൾ ട്രാൻസിയൻറ്റ് ടൈമിൽ എന്ന് വെച്ചാൽ ആ സ്വിച്ച് ഓൺ ചെയ്ത് ആ വിത്തിൻ ആ സെക്കൻഡ്സിനകത്ത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് കറണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് കപ്പാസിറ്റർ കൂടെ കടന്നു പോകാം. വേരി ചെയ്യുന്ന കറണ്ടേ കപ്പാസിറ്റർ കടത്തിവിടുള്ളൂ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്താലേ കപ്പാസിറ്ററിൽ കൂടെ കറണ്ട് പോകുള്ളൂ, കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുള്ളൂ. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നൊക്കെ പറയുന്നത്. മാക്സ്വെൽസ് ഫോർത്ത് റിലേഷനാണ്. മാക്സ്വെല്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനും കൂടെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ കൂടെ ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വരണം. ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചാർജിൻ്റെ ഫ്ലോ ഉണ്ടായാലേ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കറണ്ട് മാറുക അല്ലെങ്കിൽ ചാർജ് മാറുക എന്നതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ വിത്തിൻ ഷോർട്ട് ടൈമിൽ ഭയങ്കരമായ കറണ്ട് ഇതിൽ കൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഷോർട്ട് ടൈമിൽ
ഈ കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് ഭയങ്കര സ്മോൾ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വരുന്ന കറണ്ട് കംപ്ലീറ്റ് കപ്പാസിറ്റർ കൂടെ പാസ് ചെയ്ത് കപ്പാസിറ്റർ ഡാമേജ്ഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻ കേസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ ആ ഫ്ലക്ച്വേറ്റിംഗ് ടൈം വെരി ക്ലോസ് ടു സീറോ ആണെങ്കിൽ, വളരെ വെരി വെരി എന്ന് വെച്ചാൽ അപ്രോച്ചിങ് ടു സീറോ, നാനോ സെക്കൻഡ്സ് മൈക്രോ സെക്കൻഡ്സ് റേഞ്ചിലാണെങ്കിൽ കപ്പാസിറ്റർ ഡാമേജ് ആവും. ആ എക്സ്ട്രാ വരുന്ന കറണ്ടിനെ ഡ്രോപ്പ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആ കറണ്ട് കാരണം കപ്പാസിറ്റർ ഡാമേജ് ചെയ്യാതിരിക്കുക. ഏത് സമയത്താണ് ഈ ട്രാൻസിയൻ ടൈമിൽ എന്തൊക്കെ നടക്കുക വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജനറലി ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ റെസിസ്റ്റർ വേണമെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. കാരണം ഈ റെസിസ്റ്റൻസ് കൊടുക്കാൻ ആരെങ്കിലും ഇടാൻ മതി. അതിന് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്ന റെസിസ്റ്റർ ഇടണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ സപ്ലൈയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരും, നിങ്ങൾ ഉപയോഗിക്കുന്ന കണക്ഷൻ്റെ വയറുകളുടെ റെസിസ്റ്റൻസുകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഐഡിയലി നിങ്ങൾക്ക് റെസിസ്റ്റർ വേണമെന്ന് തോന്നുമെങ്കിലും ആ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന എലമെൻസുകൾ സർക്യൂട്ടിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും കപ്പാസിറ്റർ ഡാമേജ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് പഠിക്കുന്നത്. അതിന് ചാർജ് ചെയ്യാൻ റെസിസ്റ്റൻസ് വേണമെന്ന് ചോദിച്ചാൽ കപ്പാസിറ്റർ ഡാമേജ് ചെയ്യാതിരിക്കാൻ ഡ്യൂറിങ് ദിസ് ട്രാൻസിയൻ ടൈം ഈ റെസിസ്റ്റർ വേണം. അല്ലാതെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ, ഈവൻ ആ വയർ പോലും നല്ല റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്ററിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി? അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മൊമെൻറ്ററിലി ആയിട്ട് ഒരു ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് പോകും, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് എന്ന് വെച്ചാൽ ആ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഞാൻ ട്രാൻസിയൻ കറണ്ട് എന്ന് പറഞ്ഞത്. ആ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് കാരണം ഈ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി കപ്പാസിറ്ററിൽ ഒരു മാക്സിമം കറണ്ട് എത്തും. ബിക്കോസ് ആ സമയത്ത് ആ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് പോകുന്ന സമയത്ത് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഷോർട്ട് ടൈം സ്പാൻ ഓഫ് ദിസ് ട്രാൻസിയൻ കറണ്ട്. ട്രാൻസിയൻ കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം സ്പാനാണ്. ആ സമയത്തുണ്ടാകുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിനകത്തോടെ പെട്ടെന്ന് കറണ്ട് പോകും. അപ്പോൾ അതായത് ഇനീഷ്യലി നിങ്ങൾ കറണ്ടിൻ്റെ വേരിയേഷൻ വിത്ത് ടൈം നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ കൂടെ ഉള്ളത്, ഇനീഷ്യലി കപ്പാസിറ്ററിൽ മാക്സിമം കറണ്ട് ഉണ്ടാവും. ബട്ട് സമയം പോകുന്നതിനനുസരിച്ചിട്ട് ഈ കറണ്ട് കുറഞ്ഞു വരും. അതെന്താ സംഭവിക്കുന്നത്? നമുക്ക് വേറൊരു തരത്തിൽ ആലോചിച്ച് നോക്കാം. നമ്മുടെ ട്രാൻസിയൻ കറണ്ട് പെട്ടെന്ന് കൂടി, ആ സമയം കറണ്ട് ടൈമിനനുസരിച്ച് ഭയങ്കര ഇത് കറണ്ടാണെന്ന് വിചാരിക്കുക. ടൈം കറണ്ട് വേരിയേഷനാണ്, അപ്ലൈ ചെയ്യുന്ന ട്രാൻസിയൻ്റ് കറണ്ടാണ്, സപ്ലൈ വോൾട്ടേജ് തന്ന കറണ്ടാണെന്ന് വിചാരിക്കുക. പിന്നെ അത് പതുക്കെ കുറഞ്ഞ് പിന്നെ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. പക്ഷേ അതേസമയം നിങ്ങൾ ഇതിൽ കൂടെ പോകുന്ന വോൾട്ടേജ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടൈമിനനുസരിച്ച് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സമയം പോകുന്നതിനനുസരിച്ച് ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞ ഇഫക്റ്റ് കുറഞ്ഞു വരും. സോ അതിൽ കൂടെ കറണ്ട് പോകുന്നതിൻ്റെ അളവ് കുറയും. കപ്പാസിറ്റർ ഒരുപാട് റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് തുടങ്ങും. കപ്പാസിറ്ററിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? ഒരുപാട് വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് തുടങ്ങും. അതായത് തുടക്കത്തിൽ കപ്പാസിറ്ററിൽ കൂടെയുള്ള വോൾട്ടേജ് കുറവാണെങ്കിലും തുടക്കത്തിൽ സീറോയിൽ നിന്ന് അത് കൂടി ഒരു വെരി ഹ്യൂജ് വാല്യൂയിലേക്ക് പോകും. അതായത് എത്ര സമയം കൊണ്ടാണോ കപ്പാസിറ്ററിലെ കറണ്ട് സീറോയിലേക്ക് പോകുന്നത്, ആ സമയം കൊണ്ട് തന്നെ കപ്പാസിറ്ററിൽ ഒരു വലിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എല്ലാം കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയെന്ന് പറയും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് കപ്പാസിറ്റർ ചാർജ്ഡ് ആയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അപ്ലൈഡ് DC വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. പക്ഷേ അത് ഇൻസ്റ്റൻറ്റേനിയസ്ലി നടക്കും. നമ്മൾ പറയുന്ന DC ആണ് കൊടുക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്നത് വെരി ഹൈ റെസിസ്റ്റൻസ് ആണ്. സ്വാഭാവികമായിട്ടും ഉള്ള വോൾട്ടേജ് ഒക്കെ അതിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ വോൾട്ടേജുകളെല്ലാം തന്നെ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയെന്ന് പറയാം. അപ്പം ഇതൊക്കെ കൺഫ്യൂഷൻ ആണെങ്കിൽ പോലും മിനിമം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജും വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററും സെയിം ആവണം. ആകുമ്പോഴാണ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്നത് പറയുന്നത്. അപ്പം ഈ സപ്ലൈ വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 0 ആയിരിക്കും.
സോ ആറ്റ് ദാറ്റ് കണ്ടീഷൻ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. ഇതൊക്കെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അപ്പം നമ്മൾ ഇനി എന്താണ് നമ്മുടെ ഉദ്ദേശം? അതായത് 0യിൽ നിന്ന് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 0യിൽ നിന്ന് കപ്പാസിറ്റർ സപ്ലൈ വോൾട്ടേജിന് ഈക്വൽ ആകുന്നത് വരെ അതിന് കറണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്ലക്ച്വേഷൻ കുറയുന്നതിനനുസരിച്ച് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് ഭയങ്കരമായിട്ട് കൂടും, വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആകുന്നത്. ഈ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻറ്റ്. എപ്പോഴാണോ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആകാൻ എടുക്കുന്ന സമയം, ഈ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻറ്റ് ടൈം. അപ്പോൾ ഈ ട്രാൻസിയൻറ്റ് ടൈമിൽ കപ്പാസിറ്ററിലെ ചാർജിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ എല്ലാ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ സമയത്തിനനുസരിച്ചുള്ള വേരിയേഷൻ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു എങ്കിൽ, നമ്മൾ CR സർക്യൂട്ടിൽ പരിശോധിക്കാൻ പോകുന്നത് ഹൗ ദ ചാർജ് ത്രൂ ദ കപ്പാസിറ്റർ വേരി വിത്ത് ടൈം. എപ്പോഴാണ് അത് വേരിയേഷൻ ഉണ്ടാവുക? ആ ട്രാൻസിയൻറ്റ് ടൈമിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാച്ചുറേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ വേരിയേഷൻ ഒന്നുമില്ല, ഫുള്ളി ചാർജ്ഡ് എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുള്ളി ചാർജ്ഡ് ആകണമെങ്കിൽ സപ്ലൈ വോൾട്ടേജും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആവണം. ആ സെയിം ആകുന്നതിന് മുമ്പ് വളരെ ഒരു കുറച്ച് സമയത്തിനിടയ്ക്ക് അതിൽ കൂടെ ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചാർജസിന് സമയത്തിനനുസരിച്ച് മാറ്റമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചാർജസിന് സമയത്തിനനുസരിച്ചുള്ള മാറ്റം എത്രയാണ്, അതാണ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അത് ടൈമിനനുസരിച്ചിട്ട് ആ വേരിയേഷൻ എങ്ങനെയാണ്. സാധാരണഗതിയിൽ ഈ വോൾട്ടേജ് കൊടുത്തു, കറസ്പോണ്ടിങ്ങിന് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള മീൻസ് വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം C is equal to QE എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ Q is equal to C/E എമൗണ്ട് ഓഫ് ചാർജ് ആണെന്ന് പെട്ടെന്ന് പറയാം. ഇതാണ് ആൻസർ. പക്ഷേ ഇങ്ങനെ ആകുന്നത്, Q എന്ന് പറയുന്ന സാച്ചുറേഷൻ വാല്യൂ എത്തുന്നതിന് മുന്നേ വരെ ഈ ചാർജിന് സമയത്തിനനുസരിച്ച് വേരിയേഷൻ ഉണ്ട്, ഡ്യൂ ടു ദിസ് ഇൻസ്റ്റൻറ്റേനിയസ് വേരിയേഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ആ ക്യൂവിന് സമയത്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ എത്രയാണ്, അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ചാർജ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. 2 കേസിൽ നോക്കാം, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സർക്യൂട്ട് ചെയ്തതുപോലെ അതിൻ്റെ ഇക്വേഷൻ സെറ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി. നോക്കുക, നമ്മൾ എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലൈ വോൾട്ടേജ് ഏതിലേക്കൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്ന് പറയുന്ന കറണ്ടാണ് പോകുന്നതെങ്കിൽ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് ഒരു പാർട്ട് ഡ്രോപ്പ് ചെയ്യും, കപ്പാസിറ്റൻസ് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. സാച്ചുറേഷൻ ആയിക്കഴിഞ്ഞാൽ, ഫുള്ളി ചാർജ് ആയിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 കംപ്ലീറ്റ് വോൾട്ടേജും എവിടെയായിരിക്കും? കപ്പാസിറ്ററിന് അക്രോസ് ആയിരിക്കും. അതിൻ്റെ മുന്നേ വരെ ഈ ട്രാൻസിയൻറ്റ് ഇവിടെ നടക്കുന്നവരെ എന്ന് പറയുന്നത് ഇവിടെയുമായിട്ട് ഈ കുറയുന്ന സമയത്ത് റെസിസ്റ്ററിൽ കൂടെയുള്ള വോൾട്ടേജ് കുറയും, പക്ഷേ അതേസമയം കപ്പാസിറ്ററിൽ കൂടെയുള്ള വോൾട്ടേജ് കൂടും. ബേസിക്കലി എനർജി കൺസർവേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് ക്രിച്ചോസ് ലോ എന്ന് പറഞ്ഞാൽ എനർജി കൺസർവേഷൻ തന്നെയാണ്. നമുക്കത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് IR പ്ലസ് മറ്റേ പാർട്ട് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്. ഞാൻ VC എന്ന് ആദ്യം എഴുതുന്നു. VC is the voltage across capacitor. Voltage across capacitor. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ Q എന്ന് പറയുന്ന ചാർജാണ് ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ നമുക്കതിനെ Q/C എന്ന് എഴുതാം. അപ്പോൾ E is equal to IR plus Q/C എന്ന് എഴുതാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ 2 ഇടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് ആയിട്ട്. അപ്പം ഈ തുടക്കത്തിൽ കപ്പാസിറ്ററിന് ഭയങ്കരമായ കറണ്ടാവും, റെസിസ്റ്ററിനേക്കാളും പെട്ടെന്ന് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങത്തില്ല. പിന്നെ ഗ്രാജുവലി കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ വോൾട്ടേജ് കറണ്ട് ത്രൂ അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ കുറഞ്ഞു വരും. പിന്നെ എന്താവും, ഈ വോൾട്ടേജും ഇതും സെയിം ആകുന്നത് വരെ, രണ്ടും സെയിം ആകുമ്പോൾ കപ്പാസിറ്റർ നമുക്ക് ഫുള്ളി ചാർജ്ഡാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും ഓർമ്മയുണ്ടെങ്കിലും കണ്ടുപിടിക്കേണ്ടത് Q ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമാണ്. അപ്പോൾ E is equal to IR plus Q/C ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് Q കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റാം. എനിക്ക് I എങ്ങനെ എഴുതാം? R into dQ/dt എന്ന് എഴുതാം. dQ/dt plus Q/C എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഈയുടെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കണം.
കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് മീൻ? അതായത് Q is equal to Q0 ആയെന്നിരിക്കട്ടെ. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയെന്ന് പറഞ്ഞാൽ E എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ തന്നെ ആയിരിക്കും. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ആ സമയത്ത് Q0/C എന്നല്ലേ. ഫുള്ളി ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് മാറും. അപ്പം ഫുള്ളി ചാർജ്ഡ് ആകുന്ന സമയത്തുള്ള ചാർജ് എത്രയാണ്? Q0 ആണ്. അപ്പം VC എങ്ങനെ എഴുതാം? Q0/C. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore this equation becomes Q0/C is equal to R into dQ/dt plus Q/C എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് എന്ത് വരും? ഇപ്പോഴത്തെ കൊണ്ടുവരാം 1/C into Q0 minus Q is equal to R into dQ/dt. ഓക്കെ, ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കിടക്കേണ്ടത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് dQ ഡിവൈഡഡ് ബൈ Q0 മൈനസ് Q ഈസ് ഈക്വൽ ടു dQ ഡിവൈഡഡ് ബൈ Q0 മൈനസ് Q അങ്ങനെ ഈസ് ഈക്വൽ ടു dt divided by RC. dQ divided by Q0 minus Q is equal to dt divided by RC. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഓൺ ഇൻ്റഗ്രേഷൻ log of Q0 minus Q with a minus sign is equal to T by RC plus a constant of integration. When T is equal to 0, T 0 ആയിരുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കപ്പാസിറ്ററിനകത്തുള്ള ചാർജ് 0 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? C is equal to minus ln Q0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ln ഓഫ് Q0 മൈനസ് Q is equal to T by RC minus ln Q0. പിന്നെ അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ minus T by RC is equal to log of Q0 minus Q divided by Q0. നേരത്തെ പോലെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. Then 1 minus Q by Q0 is equal to e raised to minus T by RC. For Q is equal to Q0 into 1 minus e raised to minus T by RC. അതായത് Q of T, വേരിയേഷൻ ഓഫ് ചാർജ് വിത്ത് ടൈം. അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇത് വിച്ച് സിമിലർ ടു LR സർക്യൂട്ടിനകത്തുള്ള കറണ്ടിൻ്റെ വേരിയേഷൻ, ട്രാൻസിസ്റ്റർ കറണ്ടിൻ്റെ വേരിയേഷൻ സിമിലർ ആണ്. അപ്പം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത്, അതായത് സാച്ചുറേഷൻ കംപ്ലീറ്റ്ലി ഫുള്ളി ചാർജ്ഡ് ആകുന്നതിന് മുന്നേ വരെ കപ്പാസിറ്ററിൽ കൂടെയുള്ള ചാർജിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. Q of T is equal to Q0 into 1 minus e raised to minus T by RC. നിങ്ങൾ T is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായി പോകും? കപ്പാസിറ്ററിൽ ചാർജ് 0 ആണ്. When T is equal to 0, Q is equal to 0. There is no charge on the capacitor. T ഇൻഫിനിറ്റിയിലോട്ട് പോയാലോ? T ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ e raised to minus ഇൻഫിനിറ്റി 0യിലേക്ക് പോകും. ആ സമയം Q എന്തായിക്കൊണ്ടിരിക്കും? സാച്ചുറേഷനിലേക്ക് പോകും. അതായത് നിങ്ങളൊരു കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകാൻ ഐഡിയലി നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് ടൈം വേണം. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി എത്ര സമയമാകുമ്പോഴാണ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകാമെന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ CR സർക്യൂട്ടിലും ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആസ് സെയിം ആസ് LR സർക്യൂട്ട് കോൾഡ് ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ടൈം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ടൈം കോൺസ്റ്റൻറ്റ് when T is equal to RC ആണെന്ന് വിചാരിക്കുക. T is equal to RC ആകുമ്പോൾ Q എന്താവും? Q0 into 1 minus e raised to minus 4. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Q is equal to ഈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.632 times Q0. അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് അതിന് 63% ഓഫ് ടോട്ടൽ ചാർജ് ആകാൻ എത്ര സമയമെടുക്കുമോ ആ സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. നമ്മൾ ടൈം കോൺസ്റ്റൻറ്റിനെ ടോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ടോ ഇസ് ഈക്വൽ ടു RC. LR സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് L/R ആയിരുന്നു. CR സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് RC ആണ്.
അപ്പം RC സമയം കൊണ്ട് ടോട്ടൽ ചാർജിന് 63.2% ആകും. ആ സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഇതുപോലെ തന്നെ അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പർപ്പസിന് എപ്പോഴാണ് കപ്പാസിറ്റർ ഫുള്ളി ചാർജഡായ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് 5 τ ആണ്. അതായത് നമ്മുടെ ടൈം കോൺസ്റ്റൻറ്റിൻ്റെ 5 ടൈംസ് ആകുന്ന സമയത്ത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് അത് 80% 85-90% ഓർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ 5 τ ആകുന്ന സമയത്ത് നമ്മൾ പറയും കപ്പാസിറ്റർ ഫുള്ളി ചാർജഡായി. പ്രാക്ടിക്കലി നമുക്ക് അപ്പോഴാണ് നമ്മളത് ഫുള്ളി ചാർജഡായെന്ന് അക്സെപ്റ്റ് ആ സമയം മതി. അപ്പം ആ സമയം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ആരൊക്കെയാണ്? ആ കപ്പാസിറ്ററും റെസിസ്റ്റർ കമ്പോണൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പോണൻറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇന്ന് കറണ്ട് കണ്ടുപിടിക്കാം. ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കും? dq/dt സിംപ്ലി എടുത്താൽ മതി കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ dq/dt എടുത്താൽ മതി. നമ്മളത് പറയുന്നില്ല, കാരണം Q കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ്. അതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ചെയ്യാം ത്രൂ റെസിസ്റ്റർ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഇല്ല. സപ്ലൈ വോൾട്ടേജ് ഇല്ലാതിരിക്കുന്ന സമയത്ത് കറണ്ട് എങ്ങനെയാണ് കുറഞ്ഞു വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചാർജിൻ്റെ വേരിയേഷൻ വിത്ത് ടൈം ചാർജ് കൂടി മാക്സിമത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളത് വേരിയേഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം വാല്യൂ എന്ന് വിചാരിക്കുക. Q0 0യിൽ നിന്ന് പതുക്കെ കൂടി 1 - e⁻t/RC ആ ട്രെൻഡിൽ സാച്ചുറേഷനിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ ടൈം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സമയമെടുക്കും. ടൈം കൂടുന്നതിനനുസരിച്ച് വെരി മച്ച് ക്ലോസർ ടു ദാറ്റ് സാച്ചുറേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഡിസ്ചാർജിങ് ചെയ്യാൻ പറ്റും. ഡിസ്ചാർജിങ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? Q0 മാക്സിമം ചാർജ് ഇരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ പവർ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആ പറയുന്ന സാധനം ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആകുക. അതിൽ കൂടെ കറണ്ട് ആ ചാർജ് ചെയ്തിരിക്കുന്ന മാക്സിമത്തിലിരിക്കുന്ന വോൾട്ടേജ് ഗ്രാജുവലി കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അതായത് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിങ് ചെയ്തു എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് 0 ആക്കി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ ഇക്വേഷൻസ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. R × dq/dt പ്ലസ് q/c = 0. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളാണ് സോൾവ് ചെയ്യാൻ. dq/dt dt = -q/RC or dq/q -dt/RC. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ln Q = -t/RC plus a constant of integration. when t = 0 എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ എത്ര ചാർജ് ഉണ്ടല്ലോ Q0 എന്ന് പറഞ്ഞാൽ മാക്സിമം ചാർജ് അതിനകത്ത് ഇരിപ്പുണ്ട്. ആ സമയത്ത് Q എത്രയാണ്? Q0 ആണ്. സോ ആ സമയം നമ്മൾ C കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ln Q0 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ln Q = -t/RC പ്ലസ് ln Q0. അതായത് Q അറേഞ്ച് ചെയ്ത് Q = Q0 e⁻t/RC എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിസ്ചാർജിങ് ഓഫ് ദ വാല്യൂ ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം വൈൽ ഡിസ്ചാർജിങ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് ചാർജ് എങ്ങനെ കുറഞ്ഞു വരുന്നു എന്നാണ്. അതായത് ഇതും നോക്കിയാൽ മനസ്സിലാവും. t 0 ആകുന്ന സമയത്ത് എന്താ? e⁻01 Q = Q0 മാക്സിമം ചാർജ് ഉണ്ടായിരുന്നു. ഇനി t ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? Q will tends to 0. അതായത് t ഇൻഫൈനൈറ്റ് സമയം ഉണ്ടെങ്കിലേ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആയി പോകും. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ നമ്മൾ പറയാറില്ല. അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യും. അപ്പം ടൈം കോൺസ്റ്റൻറ്റ് നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ചാർജിങ് സമയത്തും ഡിസ്ചാർജിങ് സമയത്തും. അപ്പോൾ നമുക്ക് ചാർജിൻ്റെ വേരിയേഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം
Q0 എന്ന് പറയുന്ന മാക്സിമം ചാർജ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ചാർജ് കുറഞ്ഞ് എക്സ്പോണൻഷ്യലി കുറഞ്ഞ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ടൈം കോൺസ്റ്റൻറ്റ് കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ആ വാല്യൂ 0യിലേക്ക് വരും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്താൽ വെൻ ടോ ഇസ് ഈക്വൽ ടു RC ആണെങ്കിൽ Q എങ്ങനെ എഴുതാം? Q is equal to Q0 e raised to minus 1 which is Q is equal to 0.369 times Q0. അതായത് മാക്സിമത്തിൽ നിന്ന് 36% കുറയാൻ എടുത്ത സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാക്സിമത്തിൽ നിന്ന് 36% ഓഫ് ഒറിജിനലായിട്ട് ഫോൾ ചെയ്യാൻ എത്ര സമയമെടുത്തോ ആ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് CR സർക്യൂട്ട്. അത് RC തന്നെയാണ്. അപ്പം ടൈം കോൺസ്റ്റൻറ്റ് രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം. ചാർജിങ് സമയത്ത് 63 പോയിൻറ്റ് സംതിങ് ആകാൻ 63 പോയിൻറ്റ് ഓഫ് മാക്സിമം ആകാൻ വേണ്ടി എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാക്സിമത്തിൽ നിന്ന് 36% ഓഫ് മാക്സിമമായിട്ട് ഫോൾ ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നതിനനുസരിച്ചിട്ട് ടൈം കോൺസ്റ്റൻറ്റിന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ടൈം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എന്ന് പറയുന്ന പ്രോസസ്സ് അത് ആക്ച്വലി നമ്മൾ കാണുന്ന പോലെ DC സപ്ലൈ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫുള്ളി ചാർജായിട്ടിരിക്കുന്ന ഒരു കപ്പാസിറ്റർ അല്ല. അതാകുന്നതിനിടയ്ക്ക് വളരെ ഷോർട്ട് ടൈമിൽ കപ്പാസിറ്ററിന് സമയത്തിനനുസരിച്ച്, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ വെരി വെരി ഷോർട്ടാണ്. ഈ വേരിയേഷൻ എഴുതിയിരിക്കുന്നത് പോലും വളരെ ഷോർട്ട് ടൈമിൽ നടക്കുന്നതാണ് കപ്പാസിറ്ററിൻ്റെ. അപ്പം നമുക്ക് ലാബുകളിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ സർക്യൂട്ട് ഡിസൈനിലൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയണം ഇത്ര സമയം എടുക്കുന്നുണ്ട്. ആ സമയത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടാകാൻ നമ്മൾ ചെയ്യുന്നത് ഈ Cയും Rഉം ഒക്കെ വളരെ വലിയ വാല്യൂസൊക്കെ ഇട്ട് നോക്കും. അപ്പം നമുക്കത് ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഒരുപാടെന്ന് വെച്ചാൽ അത് റിലേറ്റീവ് വളരെ കുറവാണ്. എന്നാൽ പോലും നമുക്കത് ഒബ്സർവ് ചെയ്യാൻ കണക്കിന് നമ്മൾ Cയും Rഉം ചൂസ് ചെയ്തിട്ടിട്ടാണ് ലാബിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നോക്കേണ്ടത്. നമുക്ക് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പം എല്ലാ സർക്യൂട്ടിൻ്റെ ട്രാൻസിയൻറ്റ് കറൻസ് മനസ്സിലായി, CR സർക്യൂട്ടിൽ എങ്ങനെയാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലായി. ഇനി നമുക്കൊരു LCR സർക്യൂട്ട് എടുത്താൽ ഇവരെല്ലാവരും കൂടെ എങ്ങനെയാണ് ആ ട്രാൻസിയൻറ്റ് ടൈമിൽ ബിഹേവ് ചെയ്തതെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം.